ഹലോ ഗൈസ്, ഇറ്റ്സ് മീ വിത്ത് സ്ട്രൈക്ക് ഫീൽഡ്. അപ്പോൾ ഇന്ന് എൻ്റെ ഉള്ളത് ഒരു സ്കോപ്പിംഗ് ഗണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് സ്ഥലത്ത് ആ ഭാഗത്തുണ്ടേ ഉള്ളൂ. എനിക്ക് ബിൽഡിങ് തപ്പി നോക്കിയപ്പോൾ കിട്ടിയതാ. നമുക്ക് എല്ലാവരും ഇന്ന് ഈ സ്ഥലം മൊത്തം ഒന്ന് ഇതാക്കാം, വെടിവെച്ചിട്ടാ. എനിക്കൊന്നും പിടിക്കാനൊന്നും അറിയില്ല. ഒന്ന് മിസ്സായി. കോനെ തന്നെ കൊല്ലണം. ഈ ചെറുതായിട്ടൊക്കെ അറിയാം. ഇതുകൊണ്ട് ഒറ്റ അടിക്ക് ചാവും തോന്നുന്നു. കറക്റ്റ് ഹെഡ്, 1 ടാപ്പ് അടിച്ച്. ഇനി നമുക്ക് ഓരോ കൊല്ലം. ഇങ്ങനത്തെ ആൾക്കാർ നല്ല പൈസ ഉണ്ടാവും. പോലീസ് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് എവിടെ വിളിച്ചേക്കാം. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് മേലെന്ന്. എനിക്കറിയില്ല എന്താ സംഭവം. ഇവിടെ വലിയ രീതിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഞാൻ നോക്കുന്നത് ഇവിടെ നിന്നാണ് എനിക്ക് സ്കോപ്പർ കിട്ടിയത്. പിന്നെ ഞാൻ ഒരു മലേൻ്റെ മേലെ പോയപ്പോൾ എനിക്കൊരു പൂവ് അവിടെ നിലത്ത് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത്. അതുകൊണ്ട് വേറെ ഉപകാരമൊന്നുമില്ല, ആൾക്കാരെ തല്ല. വളരെ യൂസ്ഫുൾ അല്ലേ? അപ്പോൾ ഞാൻ കണ്ടു ഇവിടെ നിറച്ചു ആൾക്കാരാണ്. എനിക്കവിടെ സ്കോപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫുൾ സൂം. ഒന്ന് മിസ്സായി. പക്ഷെ അടുത്ത ഞാൻ കൊള്ളിക്കും. എന്താ കൂളായി നടക്കുന്നത്? ഇത്ര വലിയ വെടിവെക്കുന്നിട്ട് നീ കൂളായി നടക്കുന്ന ഈ ചത്തം. പക്ഷെ നമ്മൾ കുറച്ച് ഫയറാവാണ്. നമുക്കിനി സ്കോപ്പിംഗ് പരിപാടിയൊക്കെ ബോറടിക്കുന്നുണ്ട്. നമുക്കിനി താഴേക്ക് ചാടിയിട്ട് പോവാം. എങ്ങോട്ടേലും ചാവോ? പകുതി ലൈഫ് പറഞ്ഞു. നമുക്കിപ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കണം. അവിടെ ഒരു ഫ്രൈഡ് ചിക്കൻ കിട്ടുന്ന സ്ഥലമുണ്ട്. നമുക്ക് അവിടേക്ക് പോവാം. ഇവിടെ ഗ്യാങ് വന്നു കഴിഞ്ഞാൽ പണിയാണ്. ലൈഫ് വളരെ കുറവാണ്. പിന്നെ പൈസയും കുറയപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് 3000 ഉണ്ടാക്കിയതാണ്. ഇത് പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ട്. അത്രേ പറയാനുള്ളൂ ഗൈസ്. അതാ ആ ബെല്ലിൻ്റെ ഇത് കാണുന്നതാണ് ഞാൻ പറഞ്ഞ ചിക്കൻ്റെ. ഇതിൽ അത് ബെൽ ചിക്കൻ ബെൽ. ഒരു ഫുള്ള് വാങ്ങിച്ചാൽ ലൈഫ് ഫുള്ളാവും തോന്നുന്നു. കറക്റ്റ് ഒരു ഫുള്ള് ഉണ്ട്. ഫുള്ളിനൊക്കെ 10 രൂപയാണ്. നമുക്ക് കടിച്ച് പറിച്ച് തിന്ന്. ഇനി നമ്മൾ ഇവിടെ ഉള്ളവരൊക്കെ തല്ല. അതാണ് എൻ്റെ ഒരു പോളിസി. ആദ്യം വരെ ഇതെന്താ അറിയില്ല, നമ്മൾ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഒരു ഇമ്മോർട്ടൽ അവന്മാർ എത്ര അടിച്ചാലും അവർക്കൊന്നും കഴിയില്ല. പക്ഷെ സൗണ്ടൊക്കെ കേൾക്കാം, എന്നാലും നത്തിങ് ഹാപ്പൻ. ഇവിടെ ഇവിടെ ഗ്യാസ് കുറ്റി ഉണ്ടാവും, പൊട്ടിച്ച് സീനാക്കി. പക്ഷേ ഞാൻ ഇവിടെ ഗ്യാസ് കുറ്റിയൊന്നും കണ്ടില്ല. അപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നോക്കട്ടെ. ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് പോവാം. എനിക്കൊരു എന്താ വെച്ച് കഴിഞ്ഞാലേ, ഈ പോലീസിൻ്റെ വണ്ടി എടുത്ത് നമുക്ക് പോലീസിൻ്റെ പണിയാണ്. ഈ പോലീസിൻ്റെ വണ്ടി ഞാൻ പോലീസിൻ്റെ ഇത് മോഷ്ടിക്കുമ്പോൾ എനിക്ക് സ്റ്റാർ മാറുന്നേ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഈ വീഡിയോ വഴി നമുക്ക് കൺഫേം ആക്കാം. പോലീസിൻ്റെ വണ്ടി കൊണ്ട് പോലീസ് ആവാൻ കഴിയുമെന്നുണ്ട്. ഒരു കണ്ടതിന് മേലെ അടുത്ത കണ്ടത് പവറല്ലേ. അപ്പോൾ ഞാൻ നോക്കട്ടെ. ഞാൻ ആ കനാല് വഴി ചാടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് പോയി കാണാം. അത്ര അടുത്താണ്. നമ്മളെ മറ്റേ ഫയർ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഈ വണ്ടി എടുക്കണം. ഈ വണ്ടിക്ക് നല്ല പവറാണ്, നല്ല വെടിയും വെക്കും സാധനം. നമുക്ക് ഒരു ദിവസം നമ്മളെ ഗ്യാങ്ങിനെയും കൂട്ടി ആ വണ്ടിയിൽ പോകാം. ഞാൻ ഇന്നലെ നോക്കിയിരുന്നു ഒരു വണ്ടിയിൽ എത്ര ആൾക്കാർക്ക് കയറാൻ കഴിയും. മാക്സിമം വെറും 4 ആൾക്കാർക്ക് GTA ഒരു വണ്ടി എടുക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോരോ വിവരങ്ങളായിട്ട് അൺലോക്ക് ആക്കാറ്.
വേറെ ഇതേ മൊബൈൽ ഗെയിം എന്നതിൽ ഞാൻ നോക്കുന്നു. പക്ഷെ ഇത് എന്താ, ഞാൻ ഇതുവരെ കളിക്കാത്ത ഗെയിം. എനിക്കിതിനെ പറ്റി വലിയ അറിവില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ അൺലോക്ക് ആക്കാൻ പറ്റില്ല എന്ന് നോക്കിക്കൊണ്ട്. അപ്പം അത് ഞാൻ ഓരോരോ വ്ലോഗായിട്ട് നിങ്ങൾക്ക് എന്നും അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ജിമ്മിൻ്റെ അടുത്ത് വണ്ടി കിട്ടി നമ്മൾ പിന്നെ പറയാം. 2 പ്രാവശ്യം അടുപ്പിച്ചടിച്ച് ഒന്നും പറ്റിയില്ല. അതൊക്കെ എന്തോ ഒരുക്കും എനിക്ക് നമുക്ക് അതേന്ന് കുറച്ച് ഗണ്ണൊക്കെ എടുക്കാം. എന്നാലും പിസ്റ്റലൊക്കെ തീർന്നു. ഇവരാണ് നമ്മളെ ഈ പച്ച ഷർട്ട് ഇട്ടുണ്ടല്ലേ, ഇവരാണ് നമ്മളെ ഗ്യാങ്. ഇവർ മൊത്തം ഫയറാ ഗൈസ്. എപ്പോഴും ഒരുമിച്ചാണ് നടക്കുക. ഇതിൻ്റെ ആവശ്യം വന്ന് നമ്മളെ സഹായിക്കും. പക്ഷെ ഇവര് ടീമപ്പ് ആക്കണല്ലേ, അവർക്ക് കുറച്ച് ഹെൽത്ത് കുറച്ചിട്ട് ടീമപ്പ് ആക്കാൻ. അതാണ് എനിക്കൊരു കുഴപ്പം. പക്ഷെ ഇവരെ ഇങ്ങനെ വെടിച്ച് കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ഇല്ലാണ്ട് നിങ്ങൾ ടീമപ്പ് ആക്കിയാണ്. അതുകൊണ്ടാണ് എനിക്ക് വെടിയൊക്കെ ഭയങ്കര മടി. ഇതിൽ ഏത് കണ്ടുകൊണ്ട് ഒരു പ്രാവശ്യം വെടിച്ച് കഴിഞ്ഞാലും ഒരുത്തും ചത്ത്. അപ്പോൾ നമുക്ക് അവരോട് പോയി നോക്കാം. അവരെ നമ്മളെ കണ്ട് പേടിച്ചടി. അയ്യോ എൻ്റെ ഗ്യാങ് പോയേ. പക്ഷെ നമുക്കൊരു വിഷയമില്ല. അതാ പോലീസ്. നമുക്ക് ആ പോലീസിനെ വണ്ടിക്കോട്ട് തല്ലിയിട്ട് ആ വണ്ടി എടുത്ത് സ്റ്റാറായിട്ട് റെഡി 1 2 3 സ്റ്റാർട്ട്. പോലീസ് വണ്ടി കയറിയുണ്ട്. ഇനി ഞാൻ മുന്നോട്ട് നോക്കണം. നമുക്കിത് നമ്മളെ വീട്ടിൽ വീട്ടിൻ്റെ മുന്നിൽ തന്നെ കിട്ടേണ്ട ഭാഗ്യം. നമുക്കിത് വണ്ടി കയറിയിട്ട് ഇറങ്ങാം. ഒരു വണ്ടിയിൽ എത്ര ഒരു ഗ്യാരേജിൽ എത്ര വണ്ടി കയറുമെന്നും കൂടി നോക്കാം. എനിക്ക് തോന്നുന്നത് ഒന്നേ സേവായി കിടക്കുള്ളൂ, രണ്ടാമത്തെ സേവ് ആവില്ല. ഒരു മാജിക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ അകത്ത് കയറി വണ്ടി മൊത്തം പൊട്ടി ചളിഞ്ഞ് കിടക്കാണ്. അകത്ത് കയറി ഗെയിം സേവ് ആക്കി. ഓക്കെ, ഗെയിം സേവ്ഡ്. എന്നിട്ട് ഗൈസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കാറ് നോക്കുമ്പോൾ പുതിയതായി അങ്ങനെയുണ്ട് വിഷയമല്ലേ. അപ്പം എനിക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ട്. നമുക്കിനി ഒരു ദിവസം വർക്ക്ഷോപ്പ് കൊടുത്തിട്ട് ഇതിൻ്റെ കളറ് മൊത്തം മാറ്റണം. നമ്മൾ ഈ വണ്ടീൻ്റെ പവറാക്കി തിരിച്ചറിയും. നമുക്കൊരു മിഷൻ ചെയ്ത് നോക്കാം. ഇവരുടെ ഒരു കളറുണ്ട്, അതിനെ പിടിക്കാനാണ്. 4 മിനിറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് പിടിക്കണം, അല്ലെങ്കിൽ തോക്കും. അതാണ് ലെവൽ 1. തോന്നുന്ന പിടിക്കാൻ പറ്റുന്നതാണ്. സ്പീഡ് പോയി നോക്കാം. ട്രാഫിക് അത്രക്കില്ല സത്യമാണ്. രാത്രി എന്നാകുമ്പോൾ ട്രാഫിക് കുറവാണ് ചില സമയത്ത്. നമ്മൾ കളറിൻ്റെ അടുത്തെത്താനായി. ഇങ്ങോട്ടേക്കാണോ വരുന്നത്? ഓക്കെ, പക്ഷെ ഒന്ന് വിഷയം നമ്മൾ പിടിക്കും വെച്ചു പറപ്പിക്കാം. ഈ കാറിൽ വലിയ പിടുത്തല്ല കൈസ്. അപ്പം നമ്മൾ ഇതിൽ ഏത് വീടിൻ്റെ മതിൽ വിളിച്ചാലും ഒരു വിഷയമില്ല, അവന്മാരൊന്നും പറയില്ല. ഇങ്ങനെ പിടിക്കാൻ നോക്കുമ്പോൾ അടുത്തുണ്ട് ഒരു പോസ്റ്റ്, അതിൽ പിടിച്ച്. ഈ വണ്ടി ഓടിക്കുന്ന ആൾക്ക് വലിയ അറിവില്ലാത്ത വണ്ടി ഓടിക്കും. കാരണമാണല്ലോ എല്ലായിടത്തും ഇടിച്ചിടിച്ചാണ് പോകുന്നത്. 4 മിനിറ്റ് ഇപ്പോൾ തന്നെ 3 മിനിറ്റ് ഒന്നായി. സത്യമാണ് പിടിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മളെ ഗ്യാങ്ങിനെയും കൂട്ടി ചെയ്യാം. പോലീസ് ഇവന്മാർക്ക്, ഈ പോലീസുകാർക്ക് എന്താ കാര്യം? ഇവിടെ നിന്ന് കിട്ടി, എന്നെ പിടിച്ചടി.
Do you know who I am, fool? അപ്പോൾ അവനെ പിടിച്ചിറക്കിയിട്ടുണ്ട്. പോലീസ് നമ്മളെ സഹായിക്കുമോ? ഇല്ല, പോലീസ് ഇവനെ അടിക്കും. 44 സെക്കൻഡ് കൊണ്ട് ഇവനെ പിടിക്കണം. പിടിച്ചു എന്തോ എഴുതി കാണിച്ചു. 50 രൂപ കിട്ടിയത്. ചെക്കന്മാർ ഭയങ്കര ഫയർ. മഴയിൽ ഈ സാധനം ഉള്ളതുകൊണ്ട് ഒറ്റ അടിക്കെല്ലാം ചെയ്യും. അതാണ് ഒരിത്. പോലീസിനെ പിടിക്കാൻ പോലീസ് എന്താ നമുക്ക് +59 സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത മിഷൻ ചെയ്യും. നമ്മളതിലിപ്പോൾ ഒരു ഗണ്ണൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചാണ് എടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ ആ കള്ളനെ ഇപ്പം പിടിക്കണോ? വണ്ടി ഒക്കെ കാണാം. ഒരു കള്ളനെ പിടിച്ചതിൻ്റെ തന്നെ കാണുന്നുണ്ട് വണ്ടി. അതൊരു അമ്മച്ചിയാണ് ഞാൻ പിടിച്ചത്. അമ്മച്ചിക്ക് അത് ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാറില്ല. അതാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. നമുക്കിനി വണ്ടി ഗ്യാരേജ് കൊണ്ടുപോയിട്ടാലോ? എന്തൊരു തീരുമാനത്തത് ഗ്യാരേജ് കൊണ്ടുപോയിടാൻ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ എത്തി പോകുന്നുണ്ട്. പതുക്കെയാണ് പോകുന്നതെന്നുള്ളൂ. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വേണം നമുക്ക് ഷോട്ട് ഓടിക്കാം. എനിക്ക് ഇതുവഴി ചാടും അല്ല, ഈ വഴി കയറിയിട്ട് ഒരു ഊട് വഴി പിടിക്കാൻ പോകണം ഗൈസ്. സദാ പോകുന്നു. ഇപ്പം കിട്ടുവാണ്. രക്ഷപ്പെടുന്നു. മഴയിലേക്ക് കണ്ണോളെ പൊട്ടിച്ചിട്ട് അത്രേ ഉള്ളൂ. അമ്മാരിയാണ് കള്ളന്മാരെ പിടിക്കുന്നത്. നമുക്കൊരു കൊണ്ട് ഭയങ്കര എനിക്ക് ആവൂലേ ആ മിഷൻ നിർത്താൻ ബോയ്സ്. വണ്ടി ഇപ്പം തന്നെ നോക്കിയാൽ കാണാം. ഇത് പുതിയതായോ? അങ്ങനെ വരാൻ വഴിയില്ല. അപ്പം നമുക്കിത് വീട്ടിൻ്റെ ഉള്ളിൽ പോയി പാർക്ക് ചെയ്തിട്ട് ഒരു ഗ്യാരേജിലെത്താം. നമ്മൾ ജിമ്മിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ പോയിട്ട് മുന്നിലേക്ക് ചടയിൽ നിൽക്കും. എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അല്ലേ ഞാൻ ഇതുവഴി പോകുമ്പോൾ ഇവിടെ റോഡ് കാണില്ല. പക്ഷെ ഈ ഒരു ഇടവഴി കയറി കഴിഞ്ഞാൽ നമ്മളെ റോഡാണ്. പക്ഷെ എനിക്ക് എപ്പോഴും തെറ്റിപ്പോകും കൈസ്. എന്നിട്ട് ഞാൻ അപ്പുറത്തെ വഴി ചുറ്റി വരും. എന്താ കഥ? നമ്മളെ ബൈക്ക് ഇടിച്ച് വീണുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രിപ്ഷനും കൊണ്ട് അടിച്ചമർത്തിയിട്ട് നിങ്ങൾക്ക് പോവാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.